ഹായ് സുഖല്ലേ? ഇന്ന് നമുക്ക് പഴയ കാല രീതിയിൽ നല്ല മണമുള്ള നല്ല ഗുണമുള്ള ഒരു ഗോതമ്പ് റവ ഉപ്മാവ് ഉണ്ടാക്കാം. സാധാരണ ഉപ്മാവ് അല്ലാട്ടുള്ളൂ, നല്ല ഡിഫറൻസ് ഉണ്ട് ഉണ്ടാക്കണതിൽ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണൂ. അതിന് വേണ്ടി ഒരു കപ്പ് ഗോതമ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സ്പൂൺ കടലപ്പരിപ്പ്, ഒരു അര സ്പൂൺ കുരുമുളക്, പിന്നെ ഒരു രണ്ടോ മൂന്നോ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള വറ്റൽമുളകും കൂടി വേണം കേട്ടോ. അപ്പോൾ ഈ പരിപ്പും കുരുമുളകും ഇപ്പം ഞാൻ 2 വറ്റൽമുളകാണ് ഇടുന്നത്. ഇതും കൂടി നന്നായിട്ട് കരിയാതെ നല്ല മണം വരുന്ന പോലെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പൊടിയാണ് നമ്മളുടെ ഉപ്മാവിൽ ചേർത്തും. പിന്നെയും കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്താനുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഉപ്മാവ് പോലെയല്ല, നല്ല വ്യത്യാസമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗോതമ്പ് റവ ഉണ്ട്, ഒരു വലിയ ബൗൾ റവ എടുത്തിട്ടുണ്ട് ഞാൻ. അതും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം, കരിയാതെ നല്ല മണം വരുന്ന പോലെ വറുത്തെടുക്കണം കേട്ടോ ഇത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ആവട്ടെ. നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കുരുമുളകും കടലപ്പരിപ്പും നമ്മുടെ മുളകും ഇല്ലേ, അത് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തരിതിരാന്ന് പൊടിച്ചെടുക്കാം. മിനുസായിട്ട് പൊടിക്കേണ്ട കേട്ടോ, മിക്സിയിലൊന്നും പൊടിക്കേണ്ട. ഇതുപോലെ കുത്തി പൊടിച്ചാൽ മതി. ഇങ്ങനെയാണ് തരിതരിയും വേണം, നമുക്കത് വേണം. അപ്പോൾ അതുപോലെ തരിതരാന്ന് നമുക്ക് കിട്ടും ആ പൊടി നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മളുടെ പൊടിയും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊടിയരി ഇല്ലേ, പൊടിയരി വറുത്ത ഉപ്മാവ്, അരി വറുത്ത ഉപ്മാവൊക്കെ ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ, പഴയ കാലത്ത് പോലെ. അപ്പോൾ നമ്മുടെ ചാനലിൽ അത് കിടക്കുന്നുണ്ട്, അരി വറുത്ത ഉപ്മാവ്. അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ, നിങ്ങൾക്ക് നല്ല ഇഷ്ടം. അപ്പോൾ നമ്മളുടെ ഗോതമ്പ് റവ നന്നായി വറുത്തു, നന്നായിട്ടൊന്ന് ഞാൻ കഴുകി വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാൻ കുറച്ച് സാധനം വേണം. വറ്റൽമുളക്, ഒരു 1-2 പച്ചമുളക് ചെറുതായി മുറിച്ചത്, കറിവേപ്പില, കുറച്ച് ഉഴുന്നുപരിപ്പ്, കുറച്ച് കടുക്, വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ ഇതിന് വറുത്തിടാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു. ഇനി നമ്മളുടെ വറ്റൽമുളകും പച്ചമുളകും കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂക്കരുത്, 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റുമ്പോൾ നമുക്ക് ഇതിലേക്ക് മുറിച്ച് വെച്ച് ഉള്ളിയോ സവാളയോ, ചെറിയ ഉള്ളിയോ സവാളയോ എന്ത് വേണമെങ്കിലും ചേർത്താം. ഞാനിപ്പോൾ സവാളയാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപവാസത്തിനൊക്കെയാണ് ഉണ്ടാക്കുന്നത്, ഒരിക്കലിനാണെങ്കിൽ ഉള്ളി ചേർത്തരുത് കേട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 2 വലിയ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരിക്കലിനൊക്കെ ഉപയോഗിക്കാം, ഒരിക്കലിന് കഴിക്കാനോ രാത്രി കഴിക്കാനോ ഒക്കെ ഇത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഉള്ളി നന്നായിട്ട് വഴറ്റരുത്. നമ്മൾ ഉപ്മാവിന് എപ്പോഴും വഴറ്റുമ്പോൾ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവേണ്ട ആവശ്യമുള്ളൂ ഉള്ളി. അപ്പോൾ അതേപോലെ തന്നെ ഒന്ന് വഴറ്റിയിട്ടേ ഉള്ളൂ, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നതേ ഉള്ളൂ നമ്മുടെ ഉള്ളി. അപ്പോൾ നമ്മൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു കളറ് കിട്ടും, ഒരു ഗോൾഡൻ കളറ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിക്കോളൂ. ഇനി നമുക്കതിലേക്ക് നമ്മൾ കഴുകി വെള്ളം ഊറ്റി വെച്ചിട്ടില്ലേ, ആ ഗോതമ്പ് റവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടില്ലേ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഈ പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഇളക്കി നോക്കൂ, എന്ത് മണമെന്ന് അറിയോ ഈ ഒരു ഉപ്മാവിന്. നമുക്ക് പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, പക്ഷെ ഒന്നും വേണ്ടത് ഇങ്ങനെ കഴിക്കാനും നല്ല രസം, നല്ലൊരു മണമാണ് ഇതിന്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് സാധനം കൂടി ചേർത്തണം, നാളികേരമൊക്കെ ചേർത്തണം. നമുക്ക് നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഇടയ്ക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കണം, ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതെ നോക്കണം കേട്ടോളൂ. അപ്പോൾ നമുക്കിതൊരു ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, പോരാ, ഒന്നും കൂടി അടച്ച് വെക്കണം നമുക്ക്. എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ വെള്ളം നന്നായി തോർത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, നോക്കിയിട്ട് അടി പിടിക്കാതെ നോക്കണം. വെള്ളം ഒഴിക്കണ അളവൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഗോതമ്പ് റവ ഉപ്മാവ് ഉണ്ടാക്കുന്ന അളവില്ലേ, ആ സെയിം അളവ് തന്നെയാണ്. എത്രയാണോ റവ എടുക്കണം അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ വെള്ളം ഒക്കെ ഒന്ന് വറ്റി തോർത്തി ഇളക്കിയെടുക്കാം കേട്ടോ, നന്നായിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ, ഹൈപ്പും കൂടി തരണേ. അപ്പോൾ നമ്മളുടെ ഉപ്പുമാവ് വെള്ളമൊക്കെ വറ്റി പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ നാളികേരം ചരുവി വെച്ചിട്ടുണ്ട്, ആ നാളികേരം ചരുവിയതും കൂടി ചേർത്തി കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ അരി ഉപ്മാവും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മളുടെ ചാനലിലുണ്ട് കേട്ടോ, കണ്ടിട്ട് പറയൂ ഇഷ്ടമായോ എന്നൊക്കെ പറയൂ കേട്ടോളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഉപ്മാവ് ഉണ്ടാക്കി നോക്കൂ. നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടാവും ചിലവരൊക്കെ, അപ്പോൾ ഉണ്ടാക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഉണ്ടാക്കണവർക്ക് നിങ്ങൾക്കിത് ഇഷ്ടമാണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോളൂ. നമ്മളുടെ ഉപ്മാവ് ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലൊരു മണമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ മേലെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ നെയ്യൊന്നും ഇടണില്ല, നെയ്യും കുറച്ച് മേലെ ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണമാണ്. പക്ഷെ ഞാൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ കാരണം എനിക്ക് ആ മണമാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം, അത് കാരണം ഞാൻ നെയ്യ് ഇടണില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.